greet you all in the matchless name of our Lord and Savior Jesus Christ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. Youth is supposed to be the future of us. ഈ ചെറുപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയായിട്ട് ഇരിക്കുകയാണ്. I'm sorry you are distancing them from me. നിങ്ങൾ എല്ലാവരും എനിക്ക് വളരെ അകലെയായിട്ടുള്ള എനിക്ക് വളരെ ദുഃഖമുണ്ട്. I said I'm sorry that the youth are distanced from me. ചെറുപ്പം എന്നിൽ നിന്ന് വളരെ ദൂരെയായിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് ദുഃഖം തരുന്നതായി കണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരെ എന്നിൽ നിന്നായിട്ടിരിക്കുന്നു കാര്യം. I would have loved to face them also. I would have liked to face them. അവരെ അഭിമുഖീകരിക്കാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. I love the youth. ചെറുപ്പം എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിട്ട് ഇരിക്കുന്നു. Though as he rightly translated, I am past my youth. വാസ്തവത്തിൽ സഹോദരൻ ട്രാൻസ്ലേറ്റ് ചെയ്തതുപോലെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നിന്ന് വളരെ ദൂരെയായിരിക്കുകയാണ്. I was in the Indian Air Force. ഞാൻ ഇന്ത്യയിലെ എയർഫോഴ്സ് സേനയിലായിരുന്നു. And I was a very forceful person. ഞാൻ വളരെ ശക്തിയുള്ള ആൾ തന്നെയായിരുന്നു. But now the force has gone. നമ്മുടെ ശക്തിയിലേക്ക് പോയിരിക്കുകയാണ്. The only air is left. വായു മാത്രമേ ബാക്കിയുള്ളൂ. Now I stand before you as a weak and lowly person. Weak and lowly. ഞാൻ വളരെ താഴ്മയുള്ള മനുഷ്യനായിട്ട് ഇരിക്കുകയാണ്. Weak, ഞാൻ ഒരു ക്ഷീണകാരൻ്റെ മനുഷ്യനായിട്ട്. But I'm so glad my Lord is the Almighty God. എന്നാൽ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണെന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. And in whom I have my trust. അവനിലാണ് ഞാൻ എൻ്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. I can do all things through Christ who strengthens me. എന്നെ ശക്തനാകുന്ന മുഖാന്തരം എനിക്ക് സകലവും സാധിക്കും എന്നുള്ള പരിപൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. Today if I stand before you, it is in the power and the strength of the Holy Spirit. ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും നിറവിലുമാണ് നിൽക്കുന്നത്. So with your prayer support and with the strengthening from above, let us turn to Habakkuk chapter 1 verse 9 to 12. നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനയാലും ദൈവത്തിന്റെ കൃപയാലും നമുക്ക് ഹബക്കൂക്ക് പ്രവചനത്തിലേക്ക് കടക്കാം. Chapter 1 verse 12 to 15 please. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 12 വാക്യം. Okay. ഹഗായി പ്രവചനം 1-ന്റെ 12 വാക്യങ്ങളുണ്ട്. To save time, I will read any one language. ഏതെങ്കിലും ഭാഷ നമുക്ക് വായിക്കാൻ മലയാളത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായത്തിന്റെ 12 വായിക്കണം. അങ്ങനെ ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലും മഹാപുരോഹിതനായ യെഹോസാദാക്കിന്റെ മകനായ യേശുവയും ജനത്തിന് ശേഷിപ്പെട്ട ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗായി പ്രവചനത്തിന്റെ വചനം കേട്ടനുസരിച്ചു ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായി യഹോവയുടെ ദൂതനായി ജനത്തോട് ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. യഹോവ യഹൂദ ദേശാധിപതിയായി ശെയല്തീയേലിന്റെ മകനായി സെരുബ്ബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പെട്ട ഏവരുടെയും മനസ്സും ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ വേല ചെയ്തു. ദര്യാവേശ രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 24-ാം തീയതി തന്നെ. We heard the background of this narration last night. ഈ വിവരണത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ ഇന്നലെ കേൾക്കുകയുണ്ടായി. Yet I'm sure many of you were not there yesterday. എന്നാൽ നിങ്ങൾ പലരും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. So I'll quickly recapture what we meditated yesterday night. ഇന്നലെ സംസാരിച്ച വിഷയത്തോടുള്ളതിന്റെ അതിൽ ചെറിയ വിവരണം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നു. See, in BC 538, കർത്താവിന് മുമ്പ് 538-ാം ആണ്ടിൽ 50,000 Jews left Jerusalem, Babylon, ബാബിലോണിൽ നിന്ന് ഏകദേശം 50,000 യഹൂദന്മാരെ വിട്ടുപോരുകയുണ്ടായി. under the leadership of Zerubbabel the governor. ദേശാധിപതിയായ സെരുബ്ബാബേലിന്റെ കീഴിലാണ് കൂടെയാണ് അവർ പോകുന്നത്. They went to Jerusalem for the express purpose of rebuilding the temple and reconstructing the nation. രാജ്യം പിന്നെയും പുനരുദ്ധരിക്കുക, അതുപോലെ ദേവാലയം പണിയുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇറങ്ങി പോകുന്നത്. BC 536, that is after 2 years, they built the foundation. ഏകദേശം BC 536 അവർ ദേവാലയത്തിന് അടിസ്ഥാനം ഉണ്ടായി. But the work was stopped because of the obstruction by the enemies. എന്നാൽ ശത്രുക്കളുടെ തടസ്സം മൂലം ആ പണി അവിടെ നിർത്തേണ്ടതായിട്ട് വന്നു. It was not resumed for the next 16 long years. ഏകദേശം 10-14 വർഷക്കാലം അത് അങ്ങനെ പണി മുടങ്ങിക്കിടക്കുകയാണ് ഉണ്ടായത്. During this period, God raised 2 prophets.
എന്നാൽ ഈ സമയത്ത് രണ്ട് പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയുണ്ടായി. Prophet Haggai and Prophet Zechariah. ഹഗായി പ്രവാചകനും അതുപോലെ സെഖരിയ പ്രവാചകനെയും ദൈവം എഴുന്നേൽപ്പിച്ചു. Haggai gave 4 messages during the period of 4 months. 4 മാസത്തിനിടയിൽ ഏകദേശം 4 ദൂതുകൾ ഹഗായി പ്രവാചകൻ ദൈവജനത്തിന് നൽകുകയുണ്ടായി. His purpose was to get the people back onto the construction work. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അവരെ പിന്നെയും ദൈവാലയ നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. And to see that they continue the work till its completion. എന്നാൽ അത് പരിപൂർണമാകും വരെയും അവർ തുടർന്ന് വേല ചെയ്യണം എന്നുള്ള ഉദ്ദേശമായിരുന്നു. It is surprising to note that they stopped the work. അവർ പണി നിർത്തി എന്നുള്ള കാര്യം തന്നെ വളരെ അത്ഭുതമായിട്ട് തന്നെ ഇരിക്കുന്നു. Because God made every circumstances favorable for building the temple. ദൈവാലയ നിർമ്മാണത്തിന് അനുകൂലമായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ദൈവം അവർക്ക് കൊടുത്തു. See, God worked in the heart of the King Cyrus. ദരിയാവേശ് രാജാവിന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. He dished out a royal decree. അവനൊരു രാജകീയ നിബന്ധന അല്ലെങ്കിൽ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. That these Jews, if they want, they can go and construct a temple in Jerusalem. പോകാനായിട്ട് ആഗ്രഹമുള്ള യഹൂദന്മാർക്ക് അവിടെ പോയി അവരുടെ ദൈവത്തിന്റെ ദേവാലയം പണിയാനായിട്ടുള്ള സാവകാശം ഉണ്ടെന്ന് അറിയിക്കുകയുണ്ടായി. It was devastated many years ago by King Nebuchadnezzar. നെബൂഖദ്നേസറിന്റെ കാലത്ത് ആ ദേവാലയം തകർക്കപ്പെടുകയുണ്ടായി അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. And the king also issued the decree so that all the temple treasures which were confiscated and brought by Nebuchadnezzar would be returned. മാത്രമല്ല നെബൂഖദ്നേസർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ എല്ലാവിധ ധനങ്ങളും എല്ലാവിധ സാധനങ്ങളും തിരിച്ചു കൊണ്ടുപോകാനുള്ള അധികാരം അവർ കൊടുക്കുകയുണ്ടായി. God made him so favorable that God even, the king also asked that they be given a safe passage. ദൈവത്തിന്റെ കൈ അവർക്ക് അനുകൂലമായിരുന്നുകൊണ്ട് അവർക്ക് അവിടേക്ക് പോകുന്ന എല്ലാവിധ യാത്രാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ തക്കവണ്ണം രാജാവ് തയ്യാറായി. Even all needed material was also supplied by the king. മാത്രമല്ല ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധന സാമഗ്രികളും കൊടുക്കാൻ തക്കവണ്ണം രാജാവിന് പ്രസാദമായി. He instructed all the surrounding nations to be kind and cooperating with them. ചുറ്റുപാടുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ആജ്ഞകളും രാജാവ് കൊടുക്കും. അവരെ ആരും ഉപദ്രവിക്കരുത്, എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന്. Yet when the opposition mounted, their zeal got cooled off. എന്നാൽ അവരുടെ തീക്ഷ്ണതയെല്ലാം ഈ എതിർപ്പ് വന്നപ്പോൾ അത് നിന്നു പോവുകയുണ്ടായി. Because they did not have the faith or trust in God that God will enable them to build it. എന്നാൽ ദൈവം അവർക്ക് എല്ലാവിധത്തിലായ അനുകൂലമായിട്ട് എല്ലാവിധത്തിലും അനുകൂല സാഹചര്യം നൽകണം, ദൈവം അവർക്ക് തുണയായിരിക്കുന്നുള്ള കാര്യം അവർക്ക് ആ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. Instead of trusting in the invisible God, they were seeing the visible opposition. അദൃശ്യനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരമായിട്ട് ദൃശ്യമായിട്ടുള്ള ശത്രുക്കളെ അവർ ഭയപ്പെടുകയുണ്ടായി. When they saw the adverse circumstances, തങ്ങൾക്കെതിരായിട്ടുള്ള സാഹചര്യം അവർ കണ്ടപ്പോൾ they got frightened. അവർക്ക് ഭയമുണ്ടായി. This is what happens when we look around and find all unfavorable circumstances. നമുക്ക് എതിരായിട്ടുള്ള അനുകൂലമല്ലാത്ത സാഹചര്യം നമ്മൾ ചുറ്റുപാടും കാണുമ്പോൾ നമുക്കും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. Our trust is the first thing to suffer. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള കാര്യമാണ്. Some Bible scholar has defined faith as follows. ഒരു വേദപണ്ഡിതൻ ഇങ്ങനെ വിശ്വാസത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. Faith sees the invisible. വിശ്വാസം അദൃശ്യമായതിനെ കാണുന്നു. Faith chooses the imperishable. നഷ്ടമാകാത്തതായിട്ടുള്ള നശിച്ചുപോകാത്ത കാര്യങ്ങളെ കാണുന്നു. And does the impossible. അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വിശ്വാസത്തിന് സാധിക്കുന്നു. But because the outlook was looking so grim, എന്നാൽ ചുറ്റുപാടുകൾ വളരെ മോശമായ രീതിയിൽ കണ്ടപ്പോൾ instead of trying the outlook, they were getting frightened. എന്നാൽ മുകളിലേക്ക് നോക്കുന്നതിന് പകരം അവർക്ക് ഭയം ഉണ്ടാകുന്നതിനിടയായി. Because that's what somebody has said. When the outlook seems grim, try the outlook. ചുറ്റുപാടുകളും പ്രതികൂലമായിട്ട് കാണുമ്പോൾ മുകളിലേക്ക് നോക്കുവാനാണ് ഒരു വേദപണ്ഡിതൻ പറഞ്ഞിട്ടുള്ളത്. When everything is against you, എല്ലാ കാര്യങ്ങളും നിനക്ക് എതിരായിരിക്കുമ്പോൾ God is for you. ദൈവം നിനക്ക് അനുകൂലമായിരിക്കും. God never works against you. നിനക്ക് എതിരായിട്ട് ദൈവം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. We know that all things work together for our good, work together for our good. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം ദൈവത്തിൽ വായിക്കുന്നു. In another place it is written, our light affliction for just a moment worketh for us a far more exceeding abundant eternal glory. അല്പകാലത്തേക്കുള്ള നമ്മുടെ കഷ്ടങ്ങൾ നമുക്ക് വരുവാനായ ആ വലിയ ഭാഗ്യത്തിന് വേണ്ടി നമ്മളെ തയ്യാറാക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നു. Another Bible scholar has said about faith like this. വിശ്വാസത്തെ പറ്റി വേറൊരു വേദപണ്ഡിതൻ ഇങ്ങനെ പറയുകയുണ്ടായി. Faith is not believing in spite of evidence. വിശ്വാസം എന്നുള്ളത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാകുന്ന കാര്യമല്ല. Faith is believing in spite of consequences. എതിരായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അതിൽ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസം എന്നുള്ളത്. Here the remnant was afraid. ഈ ശേഷിപ്പുള്ളായ ജനങ്ങൾ അവിടെ പേടിക്കുകയുണ്ടായി. By seeing the circumstances, they were terribly afraid. ചുറ്റുപാടുകളെ കണ്ടപ്പോൾ അവർക്ക് വളരെയധികം
God. അവർക്ക് വലുതായ ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി. So they were offering excuse for not building the temple. ആ ദേവാലയം പണിയാതിരിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാവിധ എക്സ്ക്യൂസുകളും ഒഴിവഴികളും അവർ പറയുകയുണ്ടായി. That's what often happens when you lack the faith. ആ വിശ്വാസം ക്ഷീണിച്ചു പോകുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. We make excuses when we ought to be making confessions and obeying God. നമ്മുടെ കാര്യങ്ങളെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം നമ്മുടെ ഒഴിവുകൾ പറഞ്ഞ് പിന്മാറുകയാണ്. Obedience is the key. ഇതിന് ഏറ്റവും അത്യാപേക്ഷിതമായിട്ടുള്ള കാര്യം അനുസരണം എന്നുള്ള കാര്യമാണ്. My topic also is that. എന്റെ വിഷയം ഇന്ന് അത് തന്നെയാണ്. Obedience and promise. അനുസരിക്കുക, അതുപോലെ തന്നെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുക. It's when we obey that we find the promise. നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് വാഗ്ദാനങ്ങളെ പ്രാപിക്കാനായിട്ട് സാധിക്കും. What was their excuse? അവരുടെ ഒഴിവൊഴിവ് എന്തായിരുന്നു? They were saying that it is not a time for us to build the temple. ഇപ്പോ ദേവാലയം പണിയുടെ സമയമായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. And what God was saying? എന്നാൽ ദൈവം എന്താണ് പറയുന്നത്? God was rebuking them. ദൈവം അവരെ ശാസിക്കുകയാണ്. God was asking them, oh, you say that it is not time to build the temple. നിങ്ങൾ പറയുന്നു ഈ ദേവാലയം പണിയുടെ സമയം ആയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. And how come you are living in sealed houses? എന്നാൽ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ നിങ്ങൾ താമസിക്കുന്നു. You are living in luxury. നിങ്ങൾ വളരെയധികം ആഡംബരത്തിൽ ജീവിക്കുന്നു. You are living in great comfort. വളരെ സൗകര്യത്തിലും നിങ്ങൾ ജീവിക്കുകയാണ്. And my house is lying in waste. എന്നാൽ എന്റെ ദേവാലയം ശൂന്യമായിട്ട് കിടക്കുന്നു. It's very bad. അത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കുന്നു. And look at their predicament. അവരുടെ അവസ്ഥ എന്താണ്? Because they have disobeyed God's intention, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ അവർ ആശ്രയിക്കാതിരുന്നപ്പോൾ God made them to pass through all sorts of difficulty. അവരെ എല്ലാവിധമായ ക്ലേശങ്ങളിൽ കൂടി കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. They were cultivating enough. അവർ വളരെയധികം കൃഷികൾ ചെയ്തു. But the harvest was very poor. എന്നാൽ അവരുടെ കൊയ്ത്ത് വളരെ മോശമായിരുന്നു. They were working very hard. അവർ വളരെ കഠിന പ്രയത്നം ചെയ്തു. But they were not having enough money. എന്നാൽ അവർക്ക് ധനം ഉണ്ടായില്ല. Because God smote all their efforts. അവരുടെ എല്ലാവിധ പ്രയത്നങ്ങളെയും കർത്താവ് അത് ശൂന്യമാക്കി കളഞ്ഞു. Why? എന്തുകൊണ്ട്? Because they were running into their own houses. കാരണം അവർ അവരുടെ ഭവനങ്ങളിലേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. In other words, instead of Matthew 6:33, it was Philippians 2:21. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 23-ാമത്തിന് പകരം ഫിലിപ്പിയ ലേഖനം 6:33. And instead of Matthew 6:33, it was Philippians 2:21. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21 വാക്യത്തിലാണ് അവർ കൂടുതൽ ആശ്രയിച്ചത്. What does Matthew 6:33 say? മത്തായിയുടെ സുവിശേഷം 6:33. Easy. 6:33. Easy. No question. We have one hour. മുമ്പേ അവർ രാജ്യനീതിയും അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. Seek ye first the kingdom and his righteousness. മുമ്പേ അവർ രാജ്യവും നീതിയും അന്വേഷിക്കും. And all these things will be added unto you. അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. You don't have to worry as to what you will eat. നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നു അതിനെപ്പറ്റി കലശിക്കേണ്ട ആവശ്യം. What you will wear. എന്ത് ധരിക്കും എന്നുള്ള കാര്യം. Where you will stay. എവിടെ നിങ്ങൾ താമസിക്കുന്ന കാര്യത്തിൽ. God says, I will take care of all that. അതെല്ലാം ഞാൻ കരുതിക്കൊള്ളാമെന്ന് കർത്താവ് പറയാം. But you mind my business. എന്നാൽ നീ എന്റെ വേല ചെയ്യുക. You mind my business, I will mind your business. നീ എന്റെ വേല ചെയ്താൽ ഞാൻ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തരും. But what we say? നമ്മളെന്താണ് ചിന്തിക്കുന്നത്? God, please, sorry. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. Don't trouble me. എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. You mind your business, I will mind my business. നീ നിന്റെ കാര്യങ്ങൾ ചെയ്തോ, ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തോളാം. So that's our whole problem. ഇതാണ് നമ്മുടെ ബുദ്ധിമുട്ട്. When we mind our own business, we make a big mess of it. നാം നമ്മുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെയധികം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. We concentrate on the physical and we forget about the spiritual. നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതം താറുമാറായി പോവുകയാണ്. When your concentration is fixed on the physical, ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ what you lose is tremendous. നമ്മുടെ നഷ്ടം വളരെ വലിയ നഷ്ടം തന്നെയാണ്. What you lose is eternal. അത് എന്നേക്കുമുള്ളതായിട്ട് നിത്യമായിട്ട് നഷ്ടമായിട്ട് തീരും. So that's why God says, first of all, you seek my kingdom and my righteousness. അതുകൊണ്ടാണ് മുമ്പേ എന്റെ രാജ്യവും നീതി നിങ്ങൾ അന്വേഷിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത്. I will take care of all other things. മറ്റു കാര്യങ്ങളൊക്കെയും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് താൻ പറയുകയാണ്. This was the whole problem with the Israelites also. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധം ഇതായിരുന്നു അവരുടെ പ്രധാന പ്രശ്നം. Now what does Philippians 2:21 say? ഫിലിപ്പിയ 2:21 അധ്യായത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? For all serve their own, not the things which are Jesus Christ. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. Everybody is concerned about himself.
ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കുകയാണ്. Nobody is bothered about the Lord's word. കർത്താവിന്റെ കാര്യത്തിൽ ആർക്കും ശ്രദ്ധയില്ല. The temple of God is lying in waste. കർത്താവിന്റെ ആലയം ശൂന്യമായിട്ട് കിടക്കുന്നു. And nobody is bothered. അതിനെപ്പറ്റി ആർക്കും ചിന്തയില്ല. Everybody is running helter shelter for their own purposes. എല്ലാവർക്കും അവരുടെ സ്വന്തം വീട് കാര്യങ്ങൾ എന്നുള്ള നിലയിൽ പ്രശ്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. So God is concerned about it. അതിനെപ്പറ്റി ദൈവത്തിന് കാര്യമായിട്ടുള്ള ചിന്തയുണ്ട്. So what God is saying now? എന്താണ് ദൈവം ഇപ്പോൾ ആജ്ഞാപിക്കുന്നത്? Go to the hills. മലകളിലേക്ക് കയറി പോവുക. Get the necessary wood. ആവശ്യമായിട്ടുള്ള മരം ശേഖരിക്കുക. And build my temple. വന്ന് എന്റെ ദേവാലയം പണിയുക. I will take pleasure in it. അതിനെനിക്ക് സന്തോഷമുണ്ടാകും. And I will glorify in it. മാത്രമല്ല ഞാൻ മഹത്വപ്പെടും. God is expressly commanding, go and get wood and build the temple. ദൈവം പ്രത്യേകമായിട്ട് ജനത്തോട് ആജ്ഞാപിക്കുകയാണ്, പോയി മരം കൊണ്ടുവന്ന് എന്റെ ദേവാലയം പണിയുക എന്ന് പറയുകയാണ്. What a welcome change. എന്തൊരു അത്ഭുതമായിട്ടുള്ള ഒരു മാറ്റം. In the past, whenever God said something, their predecessors used to rebel against God. ദൈവം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ദൈവം അവർ ആജ്ഞാപിക്കുമ്പോൾ അവർ ദൈവത്തോട് മറുതലിക്കുന്ന ജനമായിട്ടാണ്. And God used to make them to undergo His punishment. മാത്രമല്ല അങ്ങനെ മറുതലിക്കുമ്പോൾ ദൈവം അവരെ അനേക ശിക്ഷാവിധിയിൽ കൂടി കടത്തിവിടുകയും ചെയ്തിട്ടുണ്ട്. But for a change, we find that they are obeying God's command. എന്നാൽ അത്ഭുതമായിട്ട് ഈ ജനം ദൈവത്തെ അനുസരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു നാം കാണുന്നു. And recommencing the work of the construction of the ദേവാലയത്തിന്റെ പണി പിന്നെയും അവർ ആരംഭിക്കുവാൻ തുടങ്ങുകയാണ്. After all, they are not very bad people. ശരിക്കും പറഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള ആളുകളായിട്ട് അവർ കണക്കാക്കാൻ സാധിക്കില്ല. Yesterday night and this morning, you must be thinking, what a thankless people these people are. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തൊരു നന്ദിയില്ലാത്ത ജനമാണത് എന്ന് ഓർത്തുകയാണ്. It is not that way at all. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. I will say like this. ഞാനിങ്ങനെ പറയട്ടെ അവരെ പറ്റി. They are good people. അവർ നല്ല ജനം തന്നെയാണ്. They are the right people. അവർ ശരിയായിട്ടുള്ള ജനമാണ്. In the right place. അവർ ശരിയായിട്ടുള്ള സ്ഥലത്താണ്. Engaging in the right type of work. ശരിയായിട്ടുള്ള വേലയിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. With the right type of motive. ശരിയായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി അവർ ചെയ്യുകയാണ്. The right people. ശരിയായിട്ടുള്ള ജനം. The right place. ശരിയായിട്ടുള്ള സ്ഥലം. Doing the right type of work. ശരിയായിട്ടുള്ള വേല. For the right, with the right motive. ശരിയായിട്ടുള്ള ഉദ്ദേശം. You ask me why? നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്തുകൊണ്ട്? I'll tell you. ഞാൻ പറയാം. They are the right people because you remember so many thousands and thousands of people were taken captive to Babylon and Assyria. സിറിയയിലേക്കും ബാബിലോണിലേക്കും അനേക ജനങ്ങളെ അവിടുന്ന് അവര് ബദ്ധരാക്കി കൊണ്ടുപോയിരുന്നു. But when the king's decree came, allowing them to go and construct the temple, എന്നാൽ പോയി ദേവാലയം പണിയാനായിട്ട് അവിടുത്തെ രാജാവിന്റെ ആജ്ഞ പുറപ്പെട്ടപ്പോൾ not all Jews set out immediately. എല്ലാവരും ഒരേ സമയത്ത് പെട്ടെന്ന് ഇറങ്ങി തിരിച്ചില്ല. Most of them opted to remain back in Babylon. അനേകരെ ആ ബാബിലോണിൽ തന്നെ താമസിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തു. Because by now they got quite used to the custom of the country. അവിടുത്തെ രാജ്യത്തെ എല്ലാവിധ പതിവും അവിടുത്തെ രീതികളെല്ലാം അവർക്ക് വശമായി തീർന്ന കാരണം അവർ അവിടെ തന്നെ താമസിക്കാനായിട്ട് ആഗ്രഹിച്ചു. They were more than happy to remain there. അവർക്ക് താമസിക്കുന്നതിന് സന്തോഷമായിട്ട് കാര്യമായി. But these people who are called by name remnant, they are the ones who decided to come to Jerusalem. എന്നാൽ ഈ ശേഷിപ്പുള്ള ജനം എന്ന് പറയുന്ന ആ ജനമാണ് ഇസ്രായേലിലേക്ക് തിരിച്ചു വന്ന് അവിടെ ഇസ്രായേലിന്റെ ദേവാലയം പണിയാനായിട്ട് ആഗ്രഹിച്ചത്. They knew very well the temple was lying in ruins. അവർക്കറിയാമായിരുന്നു ദേവാലയം ശൂന്യമായിട്ട് കിടക്കുകയാണ്. It was devastated, desecrated and destroyed. അത് അങ്ങേറ്റം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. It is lying in a waste form. അത് വളരെയധികം ശൂന്യമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. They were living in comparative luxury. അവർക്ക് താരതമ്യേന നല്ല സുന്ദരമായിട്ടുള്ള ഭവനങ്ങളിൽ അവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. They could have opted to remain back in Babylon. അവർക്ക് ബാബേലിൽ തന്നെ താമസിക്കാമായിരുന്നു. What prompted them to opt to come to Jerusalem? എന്നാൽ ഏത് ശക്തിയാണ് അവരെ പ്രേരിപ്പിച്ചത് യെരൂശലേമിലേക്ക് വന്ന് ദേവാലയം പണിയുവാനായിട്ട്? It was their zeal for God and His word. ദൈവത്തിന്റെ വേലയെ പറ്റിയുള്ള തീഷ്ണതയാണ് അവർക്ക് ആ പ്രേരണ നൽകിയത്. So what do you say about them? They are the right people, isn't it? എന്താണ് അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് അവരെ പറ്റി അവർ ശരിയായിട്ടുള്ള ജനമാണെന്ന് പറയാൻ സാധിക്കില്ലേ? They are good people. അവർ വളരെ നല്ല ജനം തന്നെയാണ്. Of the Lord the best. ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട ആളുകളായിട്ട് അവർ കണക്കാക്കുന്നു. So Haggai and God is dealing with the right people. ദൈവവും തന്റെ പ്രവാചകനായ ഹഗ്ഗായിയും ശരിയായിട്ടുള്ള ജനത്തോടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. And they are at the right place. അവർ മാത്രമല്ല അവർ ശരിയായിട്ടുള്ള സ്ഥലത്താണ് ആയിരിക്കുന്നത്. Where have they come now? എവിടെയൊക്കെയാണ് അവർ വന്നിരിക്കുന്നത്? They have come to Jerusalem. അവർ യെരൂശലേമിലേക്ക് വന്നിരിക്കുകയാണ്. From Jerusalem is the place chosen by God to establish His name. ദൈവത്തിന്റെ നാമം സ്ഥാപിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പട്ടണമായിട്ട് യെരൂശലേം ഇരിക്കുന്നു. Jerusalem is the place where the temple to be constructed. മാത്രമല്ല ദേവാലയം പണിയുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം യെരൂശലേം പട്ടണമായിരുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. Jerusalem is there, God's presence is manifested. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് യെരൂശലേം എന്ന പട്ടണം. So they loved God. അവർ ദൈവത്തെ സ്നേഹിച്ചു. They had a zeal for God and His word. ദൈവത്തെയും
അവന്റെ വേലയ്ക്കും വേണ്ടതല്ല തീഷ്ണത അവർക്കുണ്ടായിരുന്നു. They chose the place which God chose. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം തന്നെ അവരും So തിരഞ്ഞെടുത്തിട്ടുണ്ട്. they are in the right place. അങ്ങനെയാണെങ്കിൽ അവർ തീർച്ചയായും ശരിയായുള്ള The സ്ഥാനത്തായിരുന്നു. right people at the right place. ശരിയായുള്ള ജനം ശരിയായുള്ള സ്ഥലത്ത്, And doing the right type of work. മാത്രമല്ല ശരിയായിട്ടുള്ള വേലയിൽ അവരെ What is ഏർപ്പെട്ടിരിക്കുന്നു. the work they are doing? എന്താണ് അവർ ചെയ്യുന്ന വേല? Reconstructing the temple of the living God. ദൈവത്തിന്റെ ദേവാലയം വീണ്ടും പണിയുക എന്നുള്ള വേലയിൽ അവർ Is ഏർപ്പെട്ടിരിക്കുകയാണ്. there any work which is more noble than this? ഇതിനേക്കാൾ സുന്ദരമായിട്ടുള്ള നല്ലതായിട്ടുള്ള വേറെ വേലയുണ്ടോ? So they are doing the right work. അങ്ങനെയെങ്കിൽ കണിശമായിട്ട് അവർ ചെയ്യുന്ന വേല ശരിയായിട്ടുള്ള വേല And തന്നെയാണ്. why do they do it? എന്തുകൊണ്ട് അവർ ചെയ്യുന്നു? For any selfish motive? എന്തെങ്കിലും സ്വയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? For any personal gain? അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിനാണോ? No. ഒരിക്കലുമല്ല. For the glory of God. ദൈവനാമ മഹത്വത്തിനായിട്ടാണ് അവർ Are ചെയ്യുന്നത്. they doing it with the right motive? ശരിയായിട്ടുള്ള ഉദ്ദേശത്തോടെയാണ് അവർ ചെയ്യുന്നത്. So the right people at the right place doing the right work from the right motive. ശരിയായിട്ടുള്ള ജനം ശരിയായിട്ടുള്ള സ്ഥലത്ത് ശരിയായിട്ടുള്ള വേല ശരിയായിട്ടുള്ള ഉദ്ദേശത്തോട് ചെയ്യുന്നു. But of course they are human beings. എന്നാൽ തീർച്ചയായിട്ടും അവര് മനുഷ്യർ തന്നെയാണ്. When the opposition mounted, എതിരാളികൾ നേരിട്ടപ്പോൾ naturally the zeal got cooled. അവരുടെ എരിവ് സ്വല്പം താഴുകയുണ്ടായി. But God intervened. എന്നാൽ ദൈവം അതിൽ ഇടപെടുന്നു. It is God's mercy that He intervened. ദൈവത്തിന്റെ കരുണയാലാണ് താൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇടപെടുന്നത്. Very often than not, when we drift away from God, നമ്മൾ പലപ്പോഴും കർത്താവിൽ അകന്നു പോകുമ്പോൾ God in His abundant mercy deals with us. ദൈവം തന്റെ മഹാകരുണയാൽ പിന്നെയും നമ്മളോട് ഇടപെടുകയാണ്. Sometimes He whispers a still small voice in our ears. ചെറിയ നേരിയ ശബ്ദത്തോടുകൂടി നമ്മുടെ ചെവികളിൽ അവൻ മന്ത്രിച്ചു തരും. When you read the Word of God, നാം ദൈവവചനം വായിക്കുമ്പോൾ God speaks to you through the Word of God. ദൈവവചനത്തിൽ കൂടി ദൈവം നമ്മോട് സംസാരിക്കുന്നു. When you sit under the ministry of the Word of God, ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ through the ministry of His servants, He talks to you. ദൈവം തന്റെ ദാസന്മാരിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നു. All the while He wants to communicate to you. എപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. He wants to bring you to the right track. നമ്മളെ മിക്കവാറും നേരായിട്ടുള്ള പാതയിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് കർത്താവ് എപ്പോഴും ശ്രമിക്കുന്നത്. But when you refuse to listen to Him, എന്നാൽ നാം അവരെ ശ്രദ്ധിക്കാനായിട്ട് നാം തയ്യാറാകാതിരിക്കുമ്പോൾ, when you have no time for the Word of God, ദൈവവചനത്തിന് നാം സമയമെടുക്കാതിരിക്കുമ്പോൾ, He deals with you through the circumstances of life. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ കൂടി ദൈവം നമ്മെ കടത്തി വിട്ടുവെന്ന് വരാവുന്നതാണ്. He makes you to pass through His chastisement. മാത്രമല്ല അവന്റെ ബാലശിക്ഷയിൽ കൂടിയൊക്കെ ഒരുപക്ഷെ നമ്മെ കടത്തി വിടാവുന്നതാണ്. Maybe some sickness, ഒരുപക്ഷെ നമ്മളെ രോഗങ്ങൾ കൂടി കടത്തി വിടാം. maybe some other thing, ഒരുപക്ഷെ മറ്റു പല അനുഭവങ്ങൾ കൂടി കടത്തി maybe mounting tension at your job workplace. ഒരുപക്ഷെ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് കൂടുതൽ ഭാരം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ തള്ളി മാറ്റിയെന്ന് വരാം. Maybe one fine morning you will lose your job. ഒരുപക്ഷെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ജോലി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. All because God loves you. ഇതെല്ലാത്തിന്റെയും കാരണം കർത്താവ് തന്നെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നു. God wants you to come back to Him. കർത്താവ് ആഗ്രഹിക്കുന്നത് നീ തിരിച്ച് കർത്താവിലേക്ക് വരണം എന്നുള്ളതാണ്. He loves you so much. അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. See, I remember an incident in our own life. ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. My wife used to do all the household chores herself. എന്റെ വീട്ടിലെ എല്ലാവിധ ജോലികളും എന്റെ ഭാര്യ തന്നെത്താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. If a servant comes and says she is not happy, ഒരു വേലക്കാരി വന്നു കഴിഞ്ഞാൽ അവൾക്ക് അതിനകത്ത് ഒരു തൃപ്തിയൊന്നും ഉണ്ടാകാറില്ല. servant will come and clean the place, and then the servant goes, she will take it again and clean it. വേലക്കാരി വന്ന് ക്ലീൻ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയും അതൊക്കെ പിന്നെ ഒന്നുകൂടി ചെയ്യും. She was very proud of her health. അവളുടെ ആരോഗ്യത്തെ പറ്റി അവൾക്ക് വളരെയധികം വളരെ സന്തോഷം ഉണ്ടായിരുന്നു. No time to read the Word of God. ദൈവവചനം വായിക്കാൻ സമയമില്ല. No time for prayer. പ്രാർത്ഥിക്കാൻ സമയമില്ല. All the time working. No time for her husband. എപ്പോഴും ജോലി കർത്താവിന്റെ കാര്യത്തിൽ വലിയ സമയം ലഭിക്കുന്നില്ല. One day it so happened she had a small backache. ഒരിക്കലും ഇങ്ങനെ ഉണ്ടായി, തനിക്ക് ഒരു ചെറിയ നടുവേദന വരികയുണ്ടായി. He straight away went to the orthopedic surgeon. നേരെ എല്ലുകളുടെ വിദഗ്ധരായ ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. X-ray scanning and all that. അതിന്റെ എക്സ്റേയും മറ്റുള്ള എല്ലാ അന്വേഷണം നടന്നു. Then he said 18 days traction. ട്രാക്ഷൻ എടുത്ത് ഏകദേശം 18 ദിവസം കിടക്കണമെന്ന് പറയുന്നുണ്ട്. After 18 days also she was not all right. 18 ദിവസം കഴിഞ്ഞ ശേഷവും പിന്നെ കാര്യങ്ങൾ ശരിയായിട്ടില്ല. Then he said the only remedy is go and lie on a flat bed. കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ബെഡ്മേ നേരെ കിടക്കണം, കുറച്ച് ദിവസം കിടക്കണം എന്ന് പറഞ്ഞു. So my wife is lying flat on the bed. അപ്പോൾ അവള് കട്ടിലയിൽ ഇങ്ങനെ മരുന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ട്. How long she can lie down like that? അങ്ങനെ എത്ര ദിവസം കിടക്കാൻ സാധിക്കും? So out of sheer boring, she wanted to read something. അപ്പൊ അവിടെ കിടന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോൾ പിന്നെ വായിക്കാൻ തുടങ്ങി. Started reading the Bible. ദൈവവചനം വായിക്കാൻ തുടങ്ങി. Then how long she can read Bible? എത്ര ആളങ്ങനെ വ്യവസ്ഥ വായിക്കാൻ അവർക്ക് സാധിക്കും?
especially when you did not have a habit like that before. അങ്ങനെയുള്ള ഒരു സ്വഭാവം പരിചയം മുമ്പ് ഇല്ലെങ്കിൽ പിന്നെ അത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. So stop reading. അത് അവള് വായന നിർത്തി. And I said, try praying. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നീ ഒരു കാര്യം നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. She started praying. അപ്പൊ അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. How long she can pray? എത്ര നാൾ അവൾക്ക് പ്രാർത്ഥിക്കാൻ And I സാധിക്കും? said, try again the Bible. പിന്നെ ദിവസം പിന്നെ വായിക്കാൻ തുടങ്ങി. This continued for many, many days. വളരെ ദിവസങ്ങൾ ഇങ്ങനെ ഈ നിലയിൽ തുടരുകയുണ്ടായി. Today she is not bothered about anything else. ഇപ്പൊ അവളുടെ അവസ്ഥ എന്ന് വെച്ചാൽ മറ്റൊരു കാര്യത്തിൽ അവൾക്ക് ശ്രദ്ധയില്ല. She spends her time in prayer and in reading the word of God like that. ദൈവത്തിന് വായിക്കുവാനും പ്രാർത്ഥിക്കുവാനാണ് അവളുടെ മിക്ക സമയം ഉപയോഗിക്കുന്നത്. Each time I telephone her, she will ask me specifically what is the time of your message. നിങ്ങളുടെ ഞാൻ ടെലിഫോൺ ചെയ്യുമ്പോൾ അവൾ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രസംഗത്തിന്റെ സമയം എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. So that she can get inside the room, close the door and pray. അപ്പൊ ആ സമയത്ത് അവൾക്ക് മുറിയിൽ കിടന്ന് വാതിലടച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. Though she is having a problem with backbone. നടുവിന് അവൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ She is my backbone in my ministry. എന്റെ ശുശ്രൂഷകള് അവൾ എന്റെ നട്ടലായിട്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുകയാണ്. If she gets right the time, I'm sure she must be praying now. അവൾക്ക് കണിശമായിട്ട് ഒരു പക്ഷേ ഇപ്പോൾ അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പരിപൂർണ്ണമായിട്ട് അറിയാം. So God does intervene in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും to bring us back to Himself. അവങ്കിലേക്ക് നമ്മെ തിരിച്ചുകൊണ്ടുവരുന്നതിനാണ് അങ്ങനെയുള്ള ഇടപെടലുകൾ. It's all because He loves us. ഇതിന്റെ എല്ലാം കാരണം മൂല കാരണം എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. It's all because He's interested in us. നമ്മിൽ അവന് കണിശമായിട്ടും താല്പര്യമുണ്ട്. Even though we are going away from Him and His priorities, അവന്റെ മുൻഗണനയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവാണെങ്കിൽ തന്നെ He has not left us. അവൻ നമ്മെ വിടുന്നില്ല. Praise God for that. നമുക്ക് അവന്റെ വലിയ നാമത്തെ മഹത്വപ്പെടുത്താം. Are you not happy to hear that? നിങ്ങൾ തീർച്ചയായിട്ടും ആ കേൾക്കുന്നതിന്റെ സന്തോഷമില്ലേ? Hallelujah. ഹല്ലേലൂയ. Praise God. Our God is a merciful God. നമ്മുടെ ദൈവം മഹാകരുണയുടെ ദൈവമാണ്. He is a God of recovery. നമ്മെ പിന്നെ പുനരുദ്ധരിക്കുന്ന ദൈവമാണ്. So He wanted these people to come back and start His work. അതുകൊണ്ടാണ് താൻ ആഗ്രഹിക്കുന്നത് ഈ ജനം തിരിച്ചു വന്ന് അവന്റെ വേല ചെയ്യണമെന്നുള്ള കാര്യം. Come back. തിരിച്ചു വരിക. Confess your sins. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. Start my job. എന്റെ വേലയിൽ തുടരുക. Start the construction of the temple. ദൈവാലയത്തിന്റെ വേല തുടരുക. No wonder they obeyed. അത് അവരനുസരിച്ചെന്നുള്ള കാര്യത്തിൽ നമുക്ക് അനുഭവപ്പെടാനില്ല. When they got the message from the Lord's servant, ദൈവത്തിന്റെ ദാസനിൽ കൂടി അവർക്ക് ആവശ്യമായ ദൂത് ലഭിച്ചപ്പോൾ they immediately obeyed. അപ്പോൾ തന്നെ അവർ അനുസരിച്ചു. We can see some of the words used there. അവിടെ ചില വാക്കുകൾ കാണാൻ സാധിക്കും. 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം. No, verse 12. അങ്ങനെ ശെഖര്യാവിന്റെ മകനായ സെരുബ്ബാബേലും മഹാപുരോഹിതനായ യഹോശാദാക്കിന്റെ മകനായ യോശുവയും ജനത്തിന് ശേഷിക്കുന്ന ഏവരുമായ തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിന് ഒത്തവണ്ണം ഹഗ്ഗായി പ്രവാചകന്റെ വചനം കേട്ട് അനുസരിച്ചു. ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. First of all, they feared God. ആദ്യമായിട്ട് നാം കാണുന്നത് അവർ ദൈവത്തെ ഭയപ്പെട്ടു. They listened the voice of God and obeyed. മാത്രമല്ല ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവർ അനുസരിച്ചു. They considered Haggai the prophet as God's prophet. ഹഗ്ഗായി പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് അവർ അംഗീകരിക്കുകയുണ്ടായി. And he accepted his message as God's message. ദൈവത്തിന്റെ ദൂതായിട്ട് ഈ ഹഗ്ഗായി പ്രവാചകന്റെ ദൂത് അവർ എടുത്തു. And they obeyed. മാത്രമല്ല അവർ അത് അനുസരിച്ചു. Who all obeyed that? ആരൊക്കെ അത് അനുസരിച്ചു? Zerubbabel the leader. ദേശാധിപതിയായിട്ടുള്ള സെരുബ്ബാബേൽ, Joshua the high priest. മഹാപുരോഹിതനായ യോശുവ, All the remnant of the people. മാത്രമല്ല ശേഷിപ്പുള്ള ജനമൊക്കെയും The entire congregation. എല്ലാ ജനങ്ങളും എല്ലാ കൂട്ടവും അനുസരിച്ചു. Everybody obeyed. എല്ലാവരും അനുസരണത്തിലേക്ക് വന്നു. See, I told you already, obedience is the key. ഞാൻ നിങ്ങളോട് പറയുണ്ടായ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കാര്യം അനുസരണം എന്നുള്ള കാര്യമാണ്. Obedience is the stepping stone for blessing. അനുസരണത്തിലേക്കുള്ള ഒരു പടിയായിട്ട് അനുഗ്രഹത്തിനുള്ള ഒരു പടിയായിട്ട് ഈ അനുസരണം ഇരിക്കുന്നു. If you do not obey, you lose your blessing. നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം നഷ്ടമായി പോകും. It is when they obeyed that God gave the promise that I will be with you. അവർ അനുസരിച്ചപ്പോഴാണ് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ളത്. Even his promise is applicable when you obey him. അവനെ നാം അനുസരിക്കുമ്പോൾ കണിശമായിട്ടും അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. See, when you examine the life of the first king of Israel, ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവിനെ പറ്റി നാം പഠിക്കുമ്പോൾ, about ശൗലിനെ പറ്റി പഠിക്കുമ്പോൾ, see, he had a battle with the Amalekites. അമാലേക്കരുമായിട്ട് തനിക്ക് യുദ്ധമുണ്ടായി. God told him very clearly, ദൈവം വളരെ വ്യക്തമായിട്ട് അവനോട് പറഞ്ഞിരുന്നു, Shaul, you remember the Amalekites coming against you when you were sojourning through the desert? നിങ്ങളെ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അമാലേക്കർ നിങ്ങളുടെ നേരെ യുദ്ധത്തിനായിട്ട് വരും. When you came out of Egypt, നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കടന്നു പോകുമ്പോൾ, when you
across the Red Sea, ചെങ്കടൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ when you were sojourning through that wilderness, നിങ്ങൾ മരുഭൂമി ദുരിത പ്രദേശത്തോട് യാത്ര ചെയ്തപ്പോൾ you remember how Amalekites came against you fighting. നിങ്ങൾക്കെതിരായിട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്തവരെ നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. God says, I remember that. അപ്പോ ശൗൽ പറയുന്നത് ഓർക്കുന്നു പറഞ്ഞു. No, God said, ദൈവം പറഞ്ഞു ഞാൻ ഓർക്കുന്നു. I remember how they came and waited in there. അവരെങ്ങനെ വന്ന് നിങ്ങളെ ആക്രമിച്ചെന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ദൈവം പറയുകയാണ്. So go and destroy them utterly. അതുകൊണ്ട് നീ പോയി അവരെ നിർമൂലനാശം ചെയ്യണമെന്നാണ് ദൈവം പറഞ്ഞത്. Not let anyone live, whether man, woman, whoever it may be. അതിലെ മനുഷ്യന് ആണായാലും പെണ്ണായാലും കുഞ്ഞായാലും ഒന്നിനെയും ബാക്കി വെച്ചിട്ടില്ല. Wipe them out entirely from the face of this earth. അതായത് ഭൂമിയുടെ പരപ്പിൽ നിന്ന് അവരെ നിർമൂലനാശം ചെയ്ത് കളയണമെന്ന്. Kill them utterly. അവരെ എല്ലാവരെയും കൊന്നു കളയണം. So he went for the battle. അവൻ യുദ്ധത്തിനായിട്ട് പോയി. The battle was won by him. ആ യുദ്ധം അവൻ ജയിച്ചു. And he destroyed them utterly except a few things. അവൻ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ചില കാര്യങ്ങൾ ബാക്കി വെച്ചു. He spared the life of King Agag. ആ കിങ് ആഗാഗിനെ ജീവനോട് ശേഷിപ്പിച്ചു. He carried with himself some very good oxen, sheep, livelings and things like that. ആ തടിപ്പിച്ച കാളകളെ ആടുകളെ ഇങ്ങനെയുള്ള ചില വസ്തുക്കളെയും ഈ ആഗാഗിനെയൊക്കെ ജീവനോടി അവൻ ശേഷിപ്പിച്ചു. Sheep, oxen, fatling, lambs and all that was looking good. എല്ലാം നല്ലതായിട്ടുള്ള കൊഴുത്തതിനൊക്കെ അവനെ ശേഷിപ്പിച്ചു വെച്ചു. So God was very unhappy about it. ഈ കാര്യം ദൈവത്തിന് ഹിതമായില്ല. വളരെയധികം ദുഃഖമുണ്ടായി. God told him very clearly to utterly destroy the Amalekites. ദൈവം പറഞ്ഞത് അത് മുഴുവൻ അതെല്ലാം പരിപൂർണമായിട്ട് നശിപ്പിച്ചു കളയണമെന്നാണ്. Men, women, children, livestock, everything. ആ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിച്ചു കളയാനാണ് പറഞ്ഞത്. But he did not entirely obey God. ദൈവത്തെ അവൻ പരിപൂർണമായിട്ട് അനുസരിച്ചില്ല. That was displeasing in the sight of God. ദൈവത്തിനത് ദുഃഖകരമായി തീർന്നു. So he said to prophet Samuel, അതുകൊണ്ട് താൻ ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, കർത്താവ്, I repent because I made him king. അവനെ രാജാവാക്കിയാൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറയുകയാണ്. So Samuel was very, very upset. അത് കേട്ടപ്പോൾ ശമൂവേലിന് വളരെ ദുഃഖമുണ്ടായി. He cried all the night. രാത്രി മുഴുവൻ താൻ ദൈവത്തിൽ കരഞ്ഞു. Then he went and met King Shaul. അതിനുശേഷം ശൗലിനെ പോയി താൻ കാണുകയുണ്ടായി. Hi Shaul, how are things with you? അപ്പൊ ശൗൽ ചോദിച്ചു, എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്ന്. I have defeated the Amalekites. ആ പറഞ്ഞു, ഞാൻ അമാലേക്കിനെ പരിപൂർണമായിട്ട് തോൽപ്പിച്ചു. Did you destroy them completely? എന്നാൽ അതെല്ലാം ഞാൻ നിർമൂലനാശമാക്കിയോ? Yes, except the king. രാജാവിനെ മാത്രം ഞാൻ ജീവനോട് ശേഷിപ്പിച്ചു. Then Samuel is asking Shaul, how come I am hearing the bleating of the sheep? ഈ കാളകളുടെ ഉക്രയൊക്കെ ഞാൻ കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. And knowing the oxen? മാത്രമല്ല കാളകളുടെ ഉക്രയും മറ്റുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. Then Shaul said, yeah, of course, all good livestock we have brought to this side. നല്ല കൊഴുത്തതിനും തടിച്ചതിനൊക്കെ ഞങ്ങൾ ജീവനോട് പിടിച്ചു കൊണ്ടുവന്നു. People have spared the good oxen and sheep. നല്ല കാളകളെയും അതുപോലെ തന്നെ ആടുകുട്ടിമാരെയൊക്കെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. We brought them with us so that we can offer it to our Lord. ഞങ്ങൾ കൊണ്ടുവരാൻ കാരണം നമ്മുടെ ദൈവത്തിന് യാഗമായിട്ട് അതിനെ അർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. Then Samuel is telling to Shaul one very important thing. അപ്പോൾ ശമൂവേൽ ശമൂവേലിനോട് ഒരു പ്രത്യേക കാര്യം പറയുകയാണ്. In 1 Samuel chapter 15 and verse 22. 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ, Had the Lord as great a delight in burnt offering and sacrifices as in obeying the voice of the Lord. Behold, to obey is better than sacrifice, and to hearken than the fat of rams. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുന്നു. ഇത് അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. God is more pleased in your obedience than in your offering. ദൈവത്തിന് കൂടുതൽ പ്രസാദമാകുന്നതിന്റെ അനുസരണത്തിലാണ്, മറ്റു കാര്യങ്ങളിലല്ല. He wants you to hearken unto his voice. അവന്റെ ശബ്ദം നീ കേട്ട് അനുസരിക്കുക എന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. Not only to hear but to obey. മാത്രമല്ല അത് അനുസരിക്കുകയും വേണം. It is better than offering him sacrifices. അവന് യാഗങ്ങൾ അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രസാദമായിരിക്കുന്നത് അവനെ അനുസരിക്കുക എന്നുള്ള കാര്യത്തിലാണ്. You say you brought this livestock for offering to the Lord in sacrifice. നീ നിങ്ങളെ ഈ ജീവനങ്ങളൊക്കെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് യാഗമായിട്ട് അർപ്പിക്കാനാണ്. God would have liked much better if you have obeyed him. എന്നാൽ നീ ദൈവത്തെ അനുസരിച്ചിരുന്നെങ്കിൽ അതിലായിരുന്നു ദൈവം കൂടുതൽ പ്രസാദിക്കുവാൻ കാരണമായി. But you have disobeyed the Lord's command. എന്നാൽ ദൈവത്തിന്റെ ആജ്ഞ നീ നിരസിച്ചു. And your kingship is taken away from you. അതുകൊണ്ട് നിന്റെ രാജ്യത്തെ നിന്ന് മാറ്റിയിരിക്കുന്നു. What a costly thing.
എന്തൊരു വിലപിടിപ്പുള്ള കാര്യമാണ് What പോയത്. I was thinking because of disobedience. അനുസരണക്കേട് മുഖാന്തരം എത്രയോ വലിയ നഷ്ടമുണ്ടായി. The first man disobeyed God's order. ആദ്യ മനുഷ്യൻ ദൈവത്തിന്റെ ആജ്ഞ ലംഘിച്ചു. Paradise lost. അവന്റെ പ്രതിജ്ഞ നഷ്ടപ്പെട്ടു. Very simple thing. വളരെ ചെറിയൊരു നിസ്സാരമായിട്ടുള്ള കാര്യമാണത്. Not because he didn't have anything to eat. അവനെ ഒന്നും ഭക്ഷിപ്പാനിലായിട്ടല്ല. Not because he was hungry. അവന് വിശന്നിട്ടല്ല. Not because he lacked anything. അവൻ എന്തെങ്കിലും കുറവായിട്ടല്ല. But still he disobeyed. എങ്കിലും അവൻ അനുസരണക്കേട് കാണിച്ചു. Maybe he loved his wife more than God. ഒരുപക്ഷെ അവന്റെ ഭാര്യയെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. When Eve gave that fruit, he ate it. അവൾ ആ പഴം കൊണ്ടുവന്ന് അവന് കൊടുത്തപ്പോൾ അവനത് മേടിച്ചു കഴിച്ചു. Remember, God told Adam all these restrictions. ആദാമിനോട് എല്ലാവിധമുള്ള നിബന്ധനകളും ദൈവം വെക്കുകയുണ്ടായി. He knew everything very well. എല്ലാം ദൈവത്തിന് അറിയാമായിരുന്നു. Yet he disobeyed. എങ്കിലും ആ മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചില്ല. The only conclusion I can arrive at is that he must have loved his wife much more than God. എനിക്കിതിൽ നിന്ന് എത്തുവാനുള്ള ഒരു കൺക്ലൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ ഭാര്യയെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചു. The first condition for discipleship is you must love the Lord more than anybody else. ആ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് മറ്റെന്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന കാര്യമാണ്. And the Lord Jesus Christ said, if you love me, you will obey my commandments. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. Your obedience is a practical and demonstration of your obedience. നിങ്ങളുടെ അനുസരണം എന്ന് പറഞ്ഞാൽ ആ കൽപ്പന പ്രമാണിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് തെളിവായിട്ടിരിക്കുന്നു. I'm sorry, it is an evidence of your true love for Christ. ദൈവത്തോടുള്ള കർത്താവിനോടുള്ള വാസ്തവത്തിന്റെ സ്നേഹത്തിന്റെ ബാഹ്യ പ്രദർശനമായിട്ടിരിക്കുന്നു. That is why when the Lord Jesus Christ was on the face of this earth, അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ in Hebrews chapter 5 and verse 8 we read, എബ്രായർ 5-ന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. though he were a son, yet learned he obedience by the things he suffered. പുത്രനെങ്കിലും താൻ സഹിച്ച കഷ്ടം നിമിത്തം അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു എന്ന് നമ്മളോട് കാണുന്നുണ്ടായി. He is the Son of God. കാരണം അവൻ ദൈവത്തിന്റെ പുത്രനാണ്. Yet in his humanity, എന്നാലും അവന്റെ മനുഷ്യ ജീവിതത്തിൽ as the last Adam, ഒടുവിലത്തെ ആദമായിട്ട് it was necessary that he be perfected in obedience. അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനാണെന്നുള്ള കാര്യം വളരെ അത്യാവശ്യമായിരുന്നു. Wherever first Adam made mistake, ആദ്യത്തെ ആദാം പാപം ചെയ്തപ്പോൾ and when he disobeyed, അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ it was important that the second Adam or the last Adam corrected all those things. അതുകൊണ്ട് അതിന്റെ എല്ലാം ശരിയാക്കി തീർക്കാൻ അവൻ ആദ്യം ഒടുവിലത്തെ ആദാമിന് സാധിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. What we lost in Adam, ആദാമിന് എന്ത് നഷ്ടമായി പോയോ everything has to be regained in Christ. അതെല്ലാം പുനരുദ്ധരിപ്പാൻ പുനഃസ്ഥാപിപ്പാൻ തക്കമാണ് അവസാനത്തെ ആദാമിന് സാധിച്ചത്. If Adam failed in obeying, അനുസരണത്തില് ആദ്യത്തെ ആദാം തോറ്റുപോയെങ്കിൽ it was necessary that God make him perfect in obedience. കർത്താവായിരുന്ന യേശു ക്രിസ്തുവിനെ അനുസരണത്തിൽ തികഞ്ഞവനാക്കി തീർക്കാനുള്ള ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. That's why we read that though he were son, yet learned he obedience by the things he suffered. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. The Lord Jesus Christ had to suffer so many things. കർത്താവായിരുന്ന യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അനേക കാര്യങ്ങൾ തനിക്ക് സഹിക്കുന്നതിന് കാരണമായി. In that he went through a process of learning. അതിൽ കൂടി താൻ അനേക കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. And what was he learning? എന്താണ് താൻ He പഠിച്ചുകൊണ്ടിരുന്നത്? was learning obedience. അനുസരണം. So that he'll win every aspect where Adam failed. ആദാമിന് എവിടെയെല്ലാം തോൽവി ഉണ്ടായോ ആ തോൽവിയെല്ലാം വിജയമാക്കി തീർക്കാൻ നോക്കണം കർത്താവ് സാധിച്ചു. And being made perfect, he became the author of eternal salvation unto all them that obey him. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്നാണ് കർത്താവ്. He became the author of eternal salvation നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു unto all them that obey him. അവനെ അനുസരിക്കുന്ന ഏവർക്കും എന്ന് നാം പ്രത്യേകം കാണുന്നു. He is our role model. അവനാണ് നമ്മുടെ റോൾ മോഡലായിട്ട് Every step, every aspect of our life, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും, more so in the case of obedience, പ്രത്യേക അനുസരണത്തിന്റെ കാര്യത്തിൽ we have nothing to complain. നമുക്കൊന്നും ഒരു കുറ്റം ആരും കുറ്റം പറയാൻ പറ്റില്ല. The Lord doesn't ask us to do something which he himself has not done. കർത്താവ് ചെയ്യാത്ത ഒരു കാര്യം നമ്മളോട് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നുമില്ല. He doesn't make us to pass through any experience which he has not experienced. കർത്താവ് കടന്നു പോകാത്തായുള്ള ഒരു അനുഭവത്തിൽ കൂടി നമ്മെ കർത്താവ് കടത്തിവിടുന്നില്ല. In Philippians 2:8 we read he humbled himself and became obedient unto death, even the death of the cross. തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ താൻ അനുസരണമുള്ളവനായി തീർന്നത് ഫിലിപ്പിയിലായിരുന്നു നമ്മൾ വായിക്കുന്നു. He humbled himself and became obedient even to the death of the cross.
ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമായി തീർന്നു. So you see the importance of obedience. ആ അനുസരണത്തിന്റെ പ്രാധാന്യത എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. So these remnant, these good people, they decided to obey God. ഈ ശേഷിക്കുന്ന നല്ല ജനം ദൈവത്തെ അനുസരിപ്പാൻ തക്കവണ്ണം തയ്യാറായിട്ട് മുമ്പോട്ട് വന്നു. They understood that their priorities were misplaced. അവരുടെ ആ പ്രാധാന്യതകൾ എന്താണെന്നുള്ള കാര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാം അവർ അറിയുന്നതിനിടയായിട്ടുണ്ട്. They have understood that their main objective was to build the temple. അവരുടെ ജീവിതത്തിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ദൈവത്തിന്റെ ആലയം പണിയുക എന്ന കാര്യമാണ്. That is why God has brought them to Jerusalem. അതിനാണ് ദൈവം അവരെ യെരൂശലേമിൽ കൊണ്ടുവന്നത്. For the last 16 years they drifted away from that very purpose. എന്നാൽ ആ ഉദ്ദേശത്തിൽ നിന്ന് അവർ മാറി വ്യതിചലിച്ചു പോവുകയായിരുന്നു കഴിഞ്ഞ 16 വർഷക്കാലം. Thank God when God spoke to them, എന്നാൽ ദൈവം അവരോട് സംസാരിച്ചപ്പോൾ they recognized it as God's voice. ആ ദൈവത്തിന്റെ ശബ്ദം അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. When Haggai spoke to them God's message, ദൈവത്തിന്റെ ദൂത് ഹഗായി പ്രവാചകൻ അവർക്ക് കൊടുത്തപ്പോൾ first of all they accepted him as the prophet of God. ആദ്യമായിട്ട് അവനെ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് അവർ അംഗീകരിച്ചു. See, this is also very important. ഇത് വളരെ അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. Before people can accept the message, ദൂത് അംഗീകരിക്കുന്നതിന് മുമ്പായിട്ട് the messenger has to be accepted. ആ ദൂതനെ നമുക്ക് അംഗീകരിക്കേണ്ട ആവശ്യമുണ്ട്. Very often it so happens that messenger is not at all acceptable person. പലപ്പോഴും ഈ ദൂത് തരുന്ന ആളെ നമ്മൾ പലപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ല. Naturally it will be something like a pot kept upside down and pouring water over it. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കുടം കമത്തി വെച്ച് അതിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ ഇരിക്കും. People will not accept the message. പലപ്പോഴും അദ്ദേഹത്തിന്റെ മെസ്സേജ് ആ ദൂത് അവർ അംഗീകരിക്കാറില്ല. So the preachers, the elders, the leaders, they got to be good role models. അതുകൊണ്ടാണ് ഈ പ്രാസംഗികന്മാരും അതുപോലെ സഭയിലെ മെമ്പർമാരും എല്ലാവരും ഒക്കെ നല്ല മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം. So that when we speak something, they are able to take it. അതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് അതേപടി അവർക്ക് എടുക്കുവാൻ തക്കവണ്ണം സാധിക്കണം. So they accepted Haggai as the prophet of God. അതുകൊണ്ട് ഹഗ്ഗായിയെ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് അവർ അംഗീകരിക്കുകയുണ്ടായി. And accepted his message as a message from God. മാത്രമല്ല അവരുടെ ദൂത് ദൈവത്തിന്റെ ദൂതായിട്ട് അവർ അതേപടി അതിന്റെ മുഖവിലക്കെടുത്തു. Yeah. And of course there was fear of God. മാത്രമല്ല അവിടെ ദൈവ ഭയം അവർക്കുണ്ടായി. There was a holy fear. അവിടെ വിശുദ്ധമായിട്ടുള്ള ഒരു ഭയം അവർക്കുണ്ടായി. Which we lack in our contemporary church atmosphere. നമ്മുടെ ആധുനിക ജീവിതത്തിൽ നമുക്ക് നഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ദൈവത്തെ വിശുദ്ധിയിൽ ഭയപ്പെടുക എന്നുള്ള കാര്യം. Do we really fear God? നാം വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? I dare say no. എനിക്ക് പറയാൻ സാധിക്കും വാസ്തവത്തിൽ നമ്മൾ സ്നേഹിക്കുന്നില്ല, നമ്മളെ ഭയപ്പെടുന്നില്ല. If your answer is yes, let me ask you a question. നിങ്ങളുടെ ഉത്തരം അതെ ഞാൻ അനുസരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. If you really fear God, why and where from all these quarrels come? നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഈ ശങ്കയൊക്കെ വരുന്നത്? Why each one cannot consider the other one as better or greater? മറ്റൊരുത്തനെ നമ്മേക്കാൾ ശ്രേഷ്ഠനും നമുക്ക് എണ്ണുവാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? Why, like the disciples, the question arises, who is greater among us? ഞങ്ങളുടെ ആരാണ് ശ്രേഷ്ഠൻ എന്ന ആ ശിഷ്യന്മാർ ചോദിച്ചപ്പോഴുള്ള ചോദ്യം എന്തുകൊണ്ട് വരും? I being the Lord and Master, if I have washed your feet, you also do accordingly. ഞാൻ കർത്താവായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പാദങ്ങളെ എനിക്ക് കഴുകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അന്യോന്യം പാദങ്ങളെ കഴുകാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? I am so glad and satisfied that the youngsters yesterday presented a video presentation. ഇന്നലെ ഇവിടെ ഒരു ചെറുപ്പക്കാരെ ഒരു ഷോ കാണിക്കുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. Of all the parables and stories in the Bible, they chose that particular one. എല്ലാ വിധത്തിലുള്ള ഉപമകളും അതുപോലെ സാദൃശ്യങ്ങളും കർത്താവ് പറഞ്ഞിരുന്ന അതിൽ നിന്ന് അവരെ തിരഞ്ഞെടുത്ത ആ വർണ്ണമായിരുന്നു. I am convinced we have a future. എനിക്ക് വളരെ ബോധ്യമുണ്ട് നമുക്ക് മനോഹരമായിട്ടൊരു ഭാവിയുണ്ട്. I am happy that God is speaking to our youngsters. ഞാൻ ദൈവം ചെറുപ്പക്കാരോട് സംസാരിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. But I am upset because the older people are not mindful of them. എന്നാൽ എനിക്ക് വാസ്തവത്തിൽ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പ്രായമുള്ളവർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യം. At least when you quarrel each other, let us consider the younger generation. നമ്മൾ അന്യോന്യം ശണ്ട കൂടുമ്പോൾ ചെറുപ്പക്കാരെ യൗവനക്കാരെ നമുക്കൊന്ന് ചിന്തിക്കാം, അവരെ ഓർക്കാം. Let us keep aside all our personal agenda. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാം. Let there be a fear of God. ദൈവത്തിന് വാസ്തവത്തിലായ ദൈവഭയം നമ്മളിൽ ഉണ്ടാകട്ടെ. The presence of the living God is in our midst. ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. We ought to be careful as to what we speak and what we do. നാം ചെയ്യുന്നത് എന്താണ്, നാം സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. Even what we think is, we have to be careful. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതുപോലെ വലിയ ദൈവം അറിയുന്നു. Because He knows the deepest thoughts that we are thinking. നമ്മുടെ ഹൃദയത്തിലെ ആഴമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഗ്രഹിക്കാനായിട്ട് പ്രാപ്തനാണ് നമ്മുടെ ദൈവം. So my conclusion is, if there is fear of God, that must be seen in our day-to-day life and in our church life. നമ്മുടെ
നാം വാസ്തവം ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ ചർച്ചിലും എല്ലാ രംഗങ്ങളിലും അത് കാണേണ്ടതായിട്ടുണ്ട്. When there was fear of God, ദൈവഭയം ഉണ്ടായപ്പോൾ, and when they were willing to accept the Lord's servants as such, ദൈവദൂതനെ അല്ലെങ്കിൽ ദൈവ പ്രവാചകനെ അംഗീകരിച്ചപ്പോൾ, and when they accepted the message of the prophet as it's from God, ആ പ്രവാചകന്റെ ദൂത് ദൈവത്തിന്റെ ദൂതായിട്ട് അവർ എടുത്തപ്പോൾ, then it is also written that God stirred their heart. മാത്രമല്ല അവരുടെ ഹൃദയത്തെ ദൈവം ഉണർത്തിയതായിട്ട് നമ്മൾ കാണും. Then they decided to obey God. അവർ ദൈവത്തെ അനുസരിച്ചപ്പോൾ ആണ് അങ്ങനെ ഉണ്ടായത്. And the whole lot of them, they decided to start the work. മാത്രമല്ല അവരെല്ലാവരും ആ ദൈവാലയം പണി പുനരാരംഭിക്കാൻ തക്കവണ്ണം മുൻപോട്ട് വന്നു. From these aspects, not a single soul is exempted. അതിൽ നിന്ന് ഒരു വ്യക്തി പോലും അതിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. Why I say that is because എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? if one man rebels, ഒരാള് മറുതലിച്ചാല്, that's good enough reason for the assembly to break into two. ഒരു സഭ രണ്ടായി പോകുന്നത് അത് കാരണമാക്കി. One man can achieve that goal of the evil one. ഒറ്റ മനുഷ്യന് ഒരു സഭയെ പുലർത്താൻ സാധിക്കും. So it's important that all of us have that fear of God. മാത്രം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാവരും ദൈവഭയത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യം. Our God is a God with long suffering. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്, merciful and kind, ദയയും കരുണയുള്ളവനാണ്. But also he is a consuming fire. എന്നാൽ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടത്. Do not forget that. നമ്മൾ ഒരിക്കലും മറക്കരുത്. See in the book of Jonah, യോനയുടെ പുസ്തകം നമ്മൾ എന്താണ് God വായിക്കുന്നത്? was so kind to Nineveh. നിനവയോട് ദൈവത്തിന് വളരെയധികം അനുകമ്പയുണ്ടായിരുന്നു. The whole town repented and came to God. ആ മുഴുവൻ രാജ്യം മുഴുവനും അവർ അനുദപിച്ച ദൈവസന്നിധിയിൽ ഉപവാസം ചെയ്തു. For about 150 years they continued. ഒരു 150 വർഷക്കാലം അങ്ങനെ തുടർന്നു. Then they fell back again into their old sins. പിന്നെയും അവരുടെ പഴയ പാപങ്ങളിലേക്ക് അവർ തിരിഞ്ഞു പോയി. So God is talking through Nahum the prophet. നഹൂം പ്രവാചകനിൽ കൂടി ദൈവം അവരോട് സംസാരിച്ചു. And in that he is saying God is merciful and kind, but at the same time he will not leave the wicked unpunished. ഒരു ദുഷ്ടനെ അവൻ കണിശമായിട്ടും ശിക്ഷിക്കാതെ വിടുകയില്ല. അവൻ മഹാദയും ദീർഘമുള്ളവനാണെങ്കിൽ തന്നെ. While he is long suffering and kind and patient and merciful, he is also consuming fire. ദയയും കരുണയും ദീർഘമുള്ളവനായിരിക്കുമ്പോൾ തന്നെയും അവൻ ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയാണെന്നുള്ള കാര്യം കൂടി നാം മറന്നുപോകരുത്. Fear thou God. നിന്റെ ദൈവത്തെ നീ ഭയപ്പെടില്ല. God is the same God who consumed Ananias and Sapphira on the spot. അനന്യാസിനെയും സഫീറയെയും ഒരു നിമിഷത്തില് ഒരു സമയത്ത് കൊന്നുകളഞ്ഞായ ആ ദൈവിക്കുന്ന അഗ്നിയാണ് ദൈവം. If God acted in like manner, how many of us would have been fallen dead? ദൈവം ആ നിലയിൽ നമ്മളോട് ഇടപെട്ടിരുന്നെങ്കിൽ നമ്മൾ എത്ര പേരുടെ ശേഷിപ്പുണ്ടാകുമായിരുന്നു? So I am lamenting before you that we have lost all the fear of God. നാം ദൈവഭയം നമ്മളെ വിട്ടുപോയിരിക്കുക എന്നുള്ള കാര്യമുള്ള ദുഃഖത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. So when the leaders, when the believers, when all of us come back to that state of fear of God, ആ നേതാക്കന്മാരും ദൈവജനമൊക്കെയും ദൈവഭയത്തോട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, leaders like Zerubbabel, governor, സെരുബ്ബാബേൽ അവിടുത്തെ ദേശാധികാരിയായിട്ടുള്ള സെരുബ്ബാബേൽ, Joshua the high priest, മഹാപുരോഹിതനായിട്ടുള്ള all the remnant of the people, ദൈവം അവിടെ ശേഷിപ്പെട്ട the entire congregation, മുഴുവൻ ജനവും ഒന്നിച്ചു വന്നപ്പോൾ, a holy fear of God falling upon them, അവരുടെ മേലിൽ ദൈവത്തിന്റെ ഭയം വീണപ്പോൾ, accepting and obeying God's word, ദൈവത്തിന്റെ വചനം അവർ സ്വീകരിച്ച് അനുസരിച്ചപ്പോൾ, as spoken by the servant of God, ദൈവദാസൻ സംസാരിച്ചപ്പോൾ, and acting upon it. മാത്രമല്ല അവർ അതിന് പ്രതികരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. Then came the words of encouragement. അപ്പോഴാണ് അവരെ ഉണർത്തുന്നതായിട്ടുള്ള ദൈവ വാഗ്ദാനങ്ങൾ. The promise of God came. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വരുന്നു. I am with you. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. I am with you. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. Who is with us? നമ്മുടെ കൂടെ ആരാണ്? The great I am. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം. In English language, I am. It is an incomplete sentence. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഞാൻ ആകുന്നു അല്ലെങ്കിൽ ഞാൻ എന്ന് മാത്രം പറയുന്നുള്ളൂ. If I say I am an engineer, that's fine. ഞാനൊരു എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞാൽ ശരിയാണ്. If I say I am a pastor, that is fine. ഞാനൊരു പാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ ശരിയാണ്. But God is saying I am. എന്നാൽ ദൈവം പറയുന്നത് ഞാൻ ആകുന്നവൻ. I am that. എന്നിട്ട് അവിടെ പിന്നെ പൂർത്തീകരിച്ചിട്ടില്ല. It is left to you to fill up. നിന്റെ ചുമതലയാണ് ബാക്കി അവിടെ എന്താണ് ചേർക്കുന്നത്. Whatever you need, you can write there. ആയാമതിന് ശേഷം ഞാനാകുന്നു എന്ന് പറഞ്ഞു എന്താകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാവുന്നതാണ്. Oh, he is able to do exceedingly abundantly above what you ask or think or dream or anything. He is above all that. നിങ്ങൾ സ്വപ്നം കാണുന്നതോ ചിന്തിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ അപ്പുറമായിട്ട് ചെയ്തു തരുവാൻ പ്രാപ്തിയുള്ള ദൈവമാണ് ഈ ദൈവം. I am the Almighty God. ഞാൻ സർവശക്തനായിട്ടുള്ള ദൈവമാകുന്നു. Is there anything too hard for me?
എനിക്ക് അസാധ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? No, there is nothing too hard for you. എനിക്ക് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല. That God is telling, I am with you. അങ്ങനെയുള്ള ദൈവമാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. If God is with me, why should I be afraid? ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഭയപ്പെടണം? If God be for us, who can be against us? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ആരെനിക്ക് പ്രതികൂലമായിരിക്കും? Whenever God gives you a task, ദൈവം നിങ്ങൾക്ക് ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ He also gives you the enabling. അത് ചെയ്യുവാനുള്ള കൃപയും ദൈവം നിങ്ങൾക്ക് തരും. That is called anointing. അതാണ് അനോയിന്റിംഗ് അല്ലെങ്കിൽ അവരെ അഭിഷേകം എന്നുള്ളതായ കാര്യം. The Pentecostals may tell you something different. Don't you believe that? പെന്തക്കോസ്തുകാരൊക്കെ വേറെ വിധത്തിലൊക്കെ ഈ ഇതിനെ പറ്റി പറഞ്ഞു വരാം. It simply means God giving you enabling to do a task which is given to you. ഒരു വേല നിങ്ങളെ ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൃപകൾ ദൈവം തരുന്നതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. See, here God is saying, I am with you. ദൈവം പറയാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. Don't be afraid. ഭയപ്പെടേണ്ട. Don't become cowardice. നിങ്ങൾ പേടിച്ചു പോകരുത്. You go ahead and start building. നിങ്ങൾ പണി തുടങ്ങുക. I am with you. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. See, what was the secret of the Lord Jesus Christ's success? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിജയത്തിന് നിദാനമായിരുന്ന എന്താണ് കാര്യം? He was anointed by the Holy Spirit. അവനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. Power. മാത്രമല്ല അവന് ശക്തി ലഭിച്ചവനാണ്. And God was with him. മാത്രമല്ല പിതാവായ ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. In Acts chapter 10 and verse 38 we read like this. അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 32 വായിക്കുന്നു. God anointed Jesus of Nazareth with the Holy Spirit and power. പരിശുദ്ധാത്മാവിനും ശക്തിയാലും ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു. Who went about doing good and healing all that were oppressed of the devil. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ഇരുന്നവർക്ക് അവർക്കൊക്കെയും പോയി ശുശ്രൂഷകൾ ചെയ്തു. For God was with him. കാരണം പിതാവായ ദൈവം പുത്രനുമായ കർത്താവിനോട് കൂടി He ഉണ്ടായിരുന്നു. went about doing good. അവൻ നല്ല കാര്യങ്ങൾ ചെയ്ത് നാടുതോറും സഞ്ചരിച്ചു. And healing all those who were oppressed of the devil. മാത്രമല്ല പിശാചിനാൽ എല്ലാ വിധത്തിലും അവനെ അമർത്തി വെച്ചിരുന്നവർക്കൊക്കെയും സ്വാതന്ത്ര്യം കൊടുത്തു. Because of 3 factors. 3 കാര്യങ്ങൾ കൊണ്ടാണ് അത് ചെയ്തത്. Number 1, God was with him. കാരണം പിതാവായ ദൈവം കൂടെ ഉണ്ടായിരുന്നു. God anointed him. ദൈവം അവനെ അഭിഷേകം ചെയ്തു. The Holy Spirit and power. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അവനെ അഭിഷേകം ചെയ്തു. So that is all what we need today. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. When the Jews came together for the Feast of Tents, കൂടാര പെരുന്നാളിന് വേണ്ടി യഹൂദന്മാർ യെരൂശലേമിൽ കൂടി വരുമ്പോൾ they used to read from the book of Deuteronomy. ആവർത്തന പുസ്തകം അവര് വായിക്കാൻ പതിവുണ്ടായിരുന്നു. So they must have definitely heard what God said to Moses and what Moses said to Joshua. യോശുവയോട് ദൈവം പറഞ്ഞ കാര്യം മോശ യോശുവോട് പറഞ്ഞ കാര്യമൊക്കെ അവർ കേട്ടിട്ടുണ്ടാവും. See, God said to Moses 3 times that I will be with you. യോശുവോട് ദൈവം പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം. Be of courage. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. Don't be afraid. ഭയപ്പെടരുത്. Nobody will be able to stand against you. നിനക്കെതിരായിട്ട് ആർക്കും നിൽക്കുവാൻ സാധിക്കില്ല. Because I am with you. കാരണം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. 3 times the same promise comes. 3 പ്രാവശ്യം അതേ വാഗ്ദാനങ്ങൾ ദൈവം കൊടുത്തായിരുന്നു. 31:6, Deuteronomy 31:6, 31:8, 31:23. We will not take it because time is long gone. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. Again in the book of Joshua chapter 1, യോശുവ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് chapter 1, 5, verse 5, verse 6, verse 7, verse 9, and chapter 3, verse 7, all these places we can see God is telling the same thing. ദൈവം ഇതേ കാര്യങ്ങൾ യോശുവോട് ആവർത്തിച്ച് പറയുന്നതായിട്ട് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. As I was with Moses, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ so will I be with you. അതേപോലെ തന്നെ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് താൻ പറയുകയാണ്. Be courageous. ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. Do not fear. ഭയപ്പെടരുത്. I am with you. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. 3 times again. 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ്. When you come to Joshua chapter 6 and verse 27, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ it's വായിക്കുന്നത്, clear that Joshua became famous throughout the country because the Lord was with him. അങ്ങനെ യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ കീർത്തി ദേശത്ത് എല്ലായിടവും പരന്നു. We read about Joseph before that God was with him, so he became prosperous wherever he went. യോസേഫിനോട് കൂടി ദൈവം ഉണ്ടായിരുന്നുകൊണ്ട് യോസേഫ് എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം കീർത്തി പ്രാപിച്ചു. David told his son Solomon, ദാവീദിന്റെ മകനായ ശലോമോനോട് പറഞ്ഞു, I wanted to build a temple for God. ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. But God said, I am not the person, but you are going to do that. എന്നാൽ ഞാനല്ലാതെ പണിയേണ്ടത് നീയാണ് പണിയേണ്ടത് എന്ന് പറഞ്ഞു. 3 times again,
David is telling to Solomon that be strong. അപ്പോൾ ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറയണം, ധൈര്യമുള്ളവനായിട്ടിരിക്കുക, ഉറപ്പുള്ളവനായിരിക്കുക. Be strong and of good courage and do it. Fear not, nor be dismayed. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, അത് ചെയ്യുക എന്ന് പറയുകയാണ്. For the Lord God, even thy God, will be with thee. മാത്രമല്ല ദൈവം, നിന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. He will not fail thee nor forsake thee. നിന്നെ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറയുക. Until you have finished all the work of the service of the house of God. നിന്റെ ദൈവാലയത്തിന്റെ വേറെ പണി തീർക്കുവരെയും ആ കാര്യത്തിൽ ആരും മുടക്കുവാൻ ദൈവം നിന്നോട് ഇരിക്കുന്നു പറയാം. So God is again and again repeating and saying that I am with you, so don't be afraid. ദൈവം എപ്പോഴും പറയുന്ന കാര്യം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭയപ്പെടരുത്. He is telling to Zerubbabel, അത് സെരുബ്ബാബേലിനോട് പറയുകയാണ്. he is telling to Joshua, യോശുവയോട് പറയുന്നു. he is telling to the remnant. അവിടെയുള്ള ശേഷിപ്പുള്ള ജനത്തോട് പറയുന്നു. See, God not only gives you promises, but He also accompanies you wherever you go. ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ തരുന്നു മാത്രമല്ല, നിങ്ങൾ എവിടെ എല്ലാം പോകുന്നുവോ അതിന് വേണ്ടിയിട്ട് അവിടെയെല്ലാം ദൈവം നിന്നോട് കൂടെ ഉണ്ട്. So they recommence the work. മാത്രമല്ല അവർ ആ വേല പിന്നെയും പുനരാരംഭിക്കുന്നു. So recounting once again, പിന്നെയും നമ്മളൊന്ന് ആവർത്തിക്കുമ്പോൾ fear of God, ദൈവഭയം, accepting the message of the Lord, ദൈവത്തിന്റെ ദൂത് സ്വീകരിക്കുക, and the message of the Lord's servant, ദൈവദൂതരുന്ന പ്രവാചകന്റെ ആ ദൂത് അംഗീകരിക്കുക, obeying, അനുസരിക്കുക. absolute unity of spirit, മാത്രമല്ല ദൈവാത്മാവിലുള്ള ഒന്നിപ്പ്, യൂണിറ്റി, along with that God's promise അതോടുകൂടി തന്നെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, of His presence. അവന്റെ സാന്നിധ്യവും. I want to conclude. ഞാൻ ഇനി ഇതിവിടെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നു. Like them, we are also very special people. ഈ ഇസ്രായേൽ ജനത്തെ പോലെ തന്നെ നമ്മൾ ഒരു പ്രത്യേക ജനമായിട്ടിരിക്കുന്നു. We are the right people. നമ്മൾ ശരിയായ ജനമാണ്. Because the gospel is shared all over the world today. ഇന്ന് സുവിശേഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രസംഗിക്കപ്പെടുന്നുണ്ട്. The vast majority of them are rejecting the gospel and ridiculing the gospel. ദൈവത്തിന്റെ നിസ്സാരമെന്ന് പുച്ഛിച്ച് തള്ളി അനേകരുള്ളപ്പോൾ we the humble ones have the opportunity to accept the message. നിസ്സാരന്മാരായുള്ള നമുക്ക് ഇത് അംഗീകരിക്കാനുള്ള കോണം ദൈവം ഇടയാക്കി. And we are in the right place. അങ്ങനെയെങ്കിൽ നാം വാസ്തവത്തിൽ ശരിയായ സ്ഥലത്താണ്. The Lord has put us into the church. നമ്മെ തന്റെ സഭയിലെ നമ്മളെ ആക്കിയിരിക്കുകയാണ്. The Lord added to the church daily such as to be saved. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. Today church is the place where you have the presence of God. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം സ്ഥിതി ചെയ്യുന്നത് തന്റെ സഭയുടെ മധ്യത്തിലാണ്. It is in the church you can see the Lord in all His glory and splendor. കർത്താവിനെ തന്റെ ശ്രേഷ്ഠമായിട്ടുള്ള മഹത്വത്തോടെ നാം കാണുന്നത് ആ സഭയുടെ മധ്യത്തിലാണ്. It is in the church we offer worship and praise to God. സഭയിലാണ് നാം കർത്താവിന് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നത്. And we are the people who come to the church and worship God. നമ്മളാണ് ഈ സഭയിലേക്ക് കടന്നു വന്ന് ഈ വലിയ ജീവനുള്ള ദൈവത്തെ നമസ്കരിക്കുന്നത്. So we are the right people at the right place. അങ്ങനെയെങ്കിൽ നാം ശരിയായിട്ടുള്ള ജനവും ശരിയായിട്ടുള്ള സ്ഥലത്തും സ്ഥിതി ചെയ്യുന്നു. And we are doing the right work. മാത്രമല്ല നാം ശരിയായിട്ടുള്ള വേല ചെയ്യുന്നു. What is the right work? എന്താണ് ശരിയായിട്ടുള്ള വേല? Building a temple for the living God. ജീവനുള്ള ദൈവത്തിന് ഒരു ദേവാലയം പണിയുക എന്നുള്ള കാര്യം. That's a different temple altogether. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ദേവാലയമാണ്. It's a spiritual temple. അതൊരു ആത്മീയമായ ദേവാലയം. Comprising of living stones. അത് പണിയുന്നത് ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ്. I will have something more to say about it in the next message. അടുത്ത ദൂതില് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. And doing the right work with the right motive. മാത്രമല്ല ശരിയായിട്ടുള്ള ഉദ്ദേശത്തോട് ശരിയായിട്ടുള്ള വേല ചെയ്യുക. We come to the church not with any selfish motive or any personal agenda. നമ്മുടെ സ്വയമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ കൊണ്ടല്ല നാം ദൈവസഭയിലേക്ക് കടന്നു വരുന്നത്. But I am sorry to say very often it is not the case. എന്നാൽ ഞാൻ ദുഃഖകരെന്ന് പറയട്ടെ, ഞാൻ അനേകരും കടന്നു വരുന്നത് അങ്ങനെയല്ല. You come to the church to pursue your own ambitions. നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ സഭയിലേക്ക് Which you കടന്നു. cannot pursue anywhere else, not in your home, not in your workplace. നിന്റെ വീട്ടിലോ നിന്റെ ജോലി സ്ഥലത്തോ ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നീ സാധിക്കുന്നത് സഭയിലായിരിക്കും. There the whole problem starts. അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും സ്ഥിതി ചെയ്യുന്നത്. Of course, we are the right people. നമ്മൾ ശരിയായിട്ടുള്ള ജനമാണ്. We are in the right place. നമ്മൾ ശരിയായ സ്ഥലത്താണ്. We have to do the right work. നമ്മൾ ശരിയായിട്ടുള്ള വേല ചെയ്യേണ്ടവരാണ്. We have to do it with the right motive. ആ ശരിയായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. But unfortunately, like them, we have also were disobedient എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, പലപ്പോഴും നമ്മൾ അനുസരണമില്ലാത്തവരാണ്. and deviated from our purpose of life. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശത്തിൽ നാം വ്യതിചലിക്കപ്പെട്ടിരിക്കുന്നു. And made a mess of things. മാത്രമല്ല നാം കാര്യങ്ങളെല്ലാം താറുമാറാക്കിയിരിക്കുകയാണ്. Now all that God wants to tell is, ദൈവത്തിന് നമ്മൾ പറയാനുള്ള ഒരേ ഒരു കാര്യം, consider your ways. നിന്റെ വഴികളെ വിചാരിക്കുക. Come back. തിരിച്ചു വരിക. Confess. അനുതപിക്കുക. Come on, come to the place of blessing.
അനുഗ്രഹത്തിന്റെ സ്ഥാനത്തേക്ക് മടങ്ങി വരിക. Build my temple. എന്റെ വേല ചെയ്യുക. God is stirring us. ദൈവം നമ്മോട് പറയുകയാണ്. God is stirring our hearts. നമ്മുടെ മനസ്സിനെ ദൈവം ഉണർത്തുകയാണ്. Let all the differences and indifferences sink into the background. നമ്മുടെ മധ്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ നമുക്ക് പുറകിലേക്ക് എറിഞ്ഞു കളയാം. Let there be a fear of God in our midst. നമ്മുടെ മധ്യത്തിൽ ദൈവ ഭയം വാസത്തിൽ ഉണ്ടാകട്ടെ. Let all the members, the leaders, the believers, sisters, children, everybody be gripped with the sense of the fear and presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തെ പറ്റിയും അതുപോലെ തന്നെ ദൈവത്തിന്റെ ശിക്ഷാവിധിക്കുള്ള ബോധമുണ്ടായിട്ട് ഭയമുണ്ടായിട്ട് നേതാക്കന്മാരും സഹോദരന്മാരും സഹോദരന്മാരും എല്ലാവരും ഒരുപോലെ ദൈവനാമത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. Let us unite together. നമ്മളെല്ലാവരും കർത്താവിന്റെ നാമത്തിൽ ഒന്നിക്കേണ്ടതായിട്ടുണ്ട്. Let us work hard to keep the unity of the Spirit in the bond of love. കർത്താവിന്റെ ആത്മാവിനായ ആ ഒന്നിപ്പ് നമുക്ക് എല്ലാവർക്കും ആ സ്നേഹത്തിൽ നമ്മൾ ഒന്നിക്കേണ്ടതായിട്ടുണ്ട്. Instead of concentrating on our own comfort and personal agenda, let us concentrate on the work of the Lord. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നാം വ്യാപൃതരാകാതെ കർത്താവിന്റെ വേലയിൽ ശുഷ്കാന്തികളായിപ്പാൻ നമുക്ക് ശ്രമിക്കണം. Not Philippians 2:21, but Matthew 6:33. ഫിലിപ്പിലെ 2:21 അല്ല, എന്നാൽ മത്തായിയുടെ സുവിശേഷം 6-ാം 36 വാക്യമാണ് നമ്മൾ കാണുന്നത്. God will take pleasure in our work. നമ്മുടെ വേലയിൽ കർത്താവ് സന്തോഷിക്കും. God will be glorified in the midst of us. കർത്താവിന്റെ നാമം നമ്മുടെ മധ്യ മഹത്വപ്പെടും. His peace will be there in our midst. അവന്റെ സമാധാനം നമ്മുടെ മധ്യ വാഴും. And he will be glorified. മാത്രമല്ല അവന്റെ നാമം നമ്മുടെ മധ്യ മഹത്വപ്പെടും. Because കാരണം we are his temple. നാം അവന്റെ ദേവാലയമാണ്. May his name be glorified. അവന്റെ നാമം മഹത്വപ്പെടുന്നതാണ്.